ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചതാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ലാലേട്ടന്റെയും ഉണ്ണി മുകുന്ദന്റെയും ഒരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതിന്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാന്ന് വിചാരിച്ചും കൂടിയാണ്. ചെറിയ വീഡിയോ ആയിരിക്കും. വേറെ ഒന്നുമില്ല, ഉണ്ണി മുകുന്ദൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ് ഞാൻ ഇത് കണ്ടത്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കോ റിലീസ് ആയതിനു ശേഷം റീസെന്റ് ഇന്നൊന്നിലോ അവർ മീറ്റ് ചെയ്തപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ്. അപ്പൊ അത് കണ്ടപ്പം അതിൽ ഇങ്ങനെ ഒരു വീഡിയോക്കുള്ള സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ എനിക്കത് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. ഒന്ന് ആദ്യം തന്നെ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ലാൽ ഫാനായ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായി. ഇതും ഈ ഫോട്ടോസ് മാത്രമൊന്നുമല്ല കേട്ടോ, അവർ തമ്മിലുള്ള ചില വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. ഈ അമ്മ ഫംഗ്ഷനും അമ്മ അസോസിയേഷന്റെ മീറ്റിംഗ് ടൈമിലൊക്കെ ഉള്ള. സോ അവർ ഭയങ്കര ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ഒരു ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് അവരുടെ തമ്മിൽ. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അവർ രണ്ടുപേരും ഒരുമിച്ച്, കാരണം നമ്മളെ ഫേവറേറ്റ് ആയ ആൾക്കാർ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം പക്ഷെ ഈ ഒരു തോട്ട് എനിക്ക് കുറച്ച് കാലമായിട്ടുണ്ട്, ഈ എമ്പുരാൻ. കാരണം തമ്പനയിൽ പറഞ്ഞ പോലെ എമ്പുരാന്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞതാണ്. സോ ഉണ്ണിമുകുന്ദൻ പക്ഷെ ഈ സിനിമയിൽ എമ്പുരാനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് മാർക്കോയായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം മാർക്കോ ഇറങ്ങിയതിന് ശേഷം എമ്പുരാനിലെ ഉണ്ണിമുകുന്ദൻ അഭിനയിക്കാൻ പോയി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് മുന്നേ, കാരണം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ണിമുകുന്ദനോടുള്ള ഇഷ്ടം അത് അത് വളരെ പ്രകടമാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ബ്രോഡാഡിയിലും പിന്നെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ണിമുകുന്ദനായിട്ട് പല രീതിയിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൃഥ്വിരാജ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ എല്ലാ സ്ഥലത്തും പൃഥ്വിരാജ് എടുത്ത് പറയുന്നതായിട്ട് കാണാം. കാരണം അദ്ദേഹത്തിന് ഒരു അതുപോലെ നിങ്ങൾ ഈ നമ്മുടെ ഹിന്ദി അന്ധാധുന്റെ റീമേക്ക് ആയ ഭ്രമം എന്ന് പറഞ്ഞ, ഭ്രമം തന്നെയല്ലേ എന്റെ പേര്, ആ സിനിമയിലും ഉണ്ണിമുകുന്ദനും ഉണ്ട് പൃഥ്വിരാജിന്റെ കൂടെ. സോ അവർ തമ്മിലൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷൻ വെച്ച് ഞാൻ പറയണം, ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ L2, അതായത് നമ്മൾ ഏവരും വെയിറ്റ് ചെയ്യുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഇല്ല എന്ന് ഉറപ്പാർക്കും പറയാൻ പറ്റില്ല. ആ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എമ്പുരാൻ നമുക്കറിയാം ഇപ്പോഴും എന്താണ് സംഭവം, കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാനും ഉള്ളതാണ്. കാരണം നമ്മുടെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ ഗസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് സസ്പെൻസ് ആയിട്ട് അതിന്റെ ക്രൂ വെച്ചിരിക്കുന്ന ഒരു കാര്യം അതിന്റെ കാസ്റ്റിംഗ് ആണ്. ആ സിനിമയിൽ വരാൻ പോകുന്ന നടന്മാര് അതിൽ ആരൊക്കെ ഉണ്ട്, ഒരുപാട് സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയാം. മമ്മൂക്ക മുതൽ ഡോൺലി വരെ, അതായത് കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന ഡോൺലി വരെ ആ സിനിമയിൽ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തമിഴിൽ നിന്ന് കുറെ പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാള്, ഈ മാർക്കോക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാള് ആ സിനിമയിൽ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പൃഥ്വിരാജിന് ഉണ്ണിമുകുന്ദനോടുള്ള ഒരു ഇഷ്ടം, ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ല, നമ്മൾ ഈ പൃഥ്വിരാജിന് എപ്പോഴും ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മുൻകൂട്ടി എല്ലാം കാണാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് തമാശക്കാണെങ്കിൽ പോലും പറയാറുണ്ട്. പക്ഷെ അത് സത്യസന്ധമായ ഒരു കാര്യം അതിലുണ്ട്. അപ്പൊ ഞാൻ ഈ മാർക്കോ ഇത്ര വലിയ ഹിറ്റായപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ണിമുകുന്ദൻ എമ്പുരാനിൽ ഉണ്ടോ എന്നുള്ളത് തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ണിമുകുന്ദൻ എമ്പുരാനിൽ വരുമ്പം നമുക്ക് വാവെന്ന് തോന്നാൻ പറ്റിയ ഒരു സ്റ്റാർഡത്തിൽ അപ്പൊ ഉണ്ണിമുകുന്ദൻ എത്തിയിട്ടില്ലായിരുന്നു. കാരണം മാർക്കോ ഒന്നും റിലീസ് ആയിട്ടില്ല. ഇത് മാർക്കോന്റെ റിലീസിന് മുന്നേ എമ്പുരാന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം അവിടെ എനിക്കൊരു വിലങ്ങതിരായിട്ട് കിടന്നിരുന്നു. കാരണം ഉണ്ണിമുകുന്ദൻ ഇതിലുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മൾ കാണുന്നവർക്ക് ഒരു വാവ് എന്ന് തോന്നേണ്ട ഒരു ഫാക്ടർ അപ്പല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എമ്പുരാനിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇപ്പം എമ്പുരാനിൽ ഉണ്ണിമുകുന്ദൻ ഒരു റോള് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എത്ര വലുതായിരിക്കും. കാരണം മാർക്കോ ഇങ്ങനെ നിൽക്കുമ്പോ അതെനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവരെ ഈ കുറച്ച് ഫോട്ടോസ് കണ്ടപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. കാരണം എല്ലാം മുൻകൂട്ടി കാണാൻ കഴിവുള്ള പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദനെ ഓൾറെഡി എമ്പുരാനിൽ ഒരു റോളും കൊടുത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നെങ്കിൽ അതിനുശേഷം മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇത്ര വലിയ ഹിറ്റായിട്ട് ഇനി എമ്പുരാനിൽ ഉണ്ണിമുകുന്ദൻ ഒരു റോൾ ചെയ്യുമ്പോൾ ആ ഇമ്പാക്ട് അത് അടിപൊളിയായിരിക്കും കേട്ടോ. സോ ഇത് വളരെ ചെറിയൊരു വീഡിയോ, അവരുടെ ഫോട്ടോസ് നീ അവരെ ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ ഇപ്പം കണ്ടപ്പോഴുള്ള ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും, പിന്നെ ഈ ഒരു തോട്ടും കൂടി എല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റുന്ന, നമ്മൾ നോൺസ്റ്റഡാം എന്നോ അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് മാർക്കോ ഇറങ്ങുന്നു അല്ലെങ്കിൽ അതൊരു പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റ് ആകുമെന്നും ആദ്യമേ മനസ്സിലാക്കിയിട്ട്
ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർക്ക് എമ്പുരാനിൽ ഒരു റോള് കൊടുത്തു. ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു സംഭവമായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഞാൻ പറയും നോട്ട് വെച്ചോളൂ. ഞാൻ എന്റെ ഞാൻ ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുണ്ട്. സോ ഇതെന്റെ ഒരു ഇൻറ്റ്യൂഷൻ പോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് തോന്നിയതല്ല, ഈ മാർക്കോ ഇറങ്ങാൻ മുമ്പേ പോലും തോന്നിയതാണ്. മാർക്കോ ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി അതിനൊരു ഒരു ബലം ഉണ്ടല്ലോ. ഞാൻ ആ തോട്ടിൽ നിന്ന് ചിന്തിച്ച കാര്യമാണ് നിങ്ങളുടെ ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായി അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനോടുള്ള. സോ ഇതിൽ അടുത്ത വീട്ടിൽ കാണാം. ബൈ.